കേരള PSC നടത്തുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC പനോരമയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് അതിസുന്ദരിയായ ബുദ്ധിമതിയായ ഒരു മകളും ഉണ്ടായിരുന്നു, രാജകുമാരി. ഈ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത്, അതിൻ്റെ ഉദ്യാനത്തിൽ വളരെ വലിയ ഒരു കുളമുണ്ട്. ആ കുളത്തിനകത്ത് ഭീഭത്സരൂപിയായ ഭീകരനായ ഒരു മുതല താമസിക്കുന്നുണ്ട്. ഏത് ജീവിയെ കിട്ടിയാലും അതിനെ ആ നിമിഷം തന്നെ കടിച്ച് കീറി കൊന്നു വിഴുങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭീഭത്സരൂപിയായ ഒരു മുതലയാണ്. ആ മുതലയെ നോക്കാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. അത്ര ഭീകരരൂപിയും കൂടിയാണ് ഈ മുതല. രാജാവ് ഒരു ദിവസം ഒരു പ്രഖ്യാപനം നടത്തി, ഒരു വിളംബരം നടത്തി. ഈ കുളം നീന്തിക്കടക്കാൻ ധൈര്യമുള്ള ഒരു രാജകുമാരന് മാത്രമേ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഈ കുളം നീന്തിക്കടക്കാൻ വേണ്ടി ഒരു മത്സരം വെച്ചു. ആ മത്സരത്തിൻ്റെ വിവരം എല്ലാ രാജകുമാരന്മാരെയും അറിയിച്ചു. അവർക്കൊക്കെ എൻ്റെ സന്ദേശം അയച്ചു. അങ്ങനെ ഈ മത്സര ദിവസം രാജകുമാരന്മാരൊക്കെ ഒത്തുകൂടി. എല്ലാവരും വന്ന് ഈ കുളത്തിന് ചുറ്റും ഇങ്ങനെ നോക്കി നിൽക്കുക. ഒന്ന് രണ്ട് പേര് കുളത്തിലേക്ക് നോക്കിയപ്പോൾ ഈ മുതലയെ കണ്ടപ്പോൾ തന്നെ ബോധം കെട്ടങ്ങ് വീണു. കാരണം ആ മുതലയുടെ രൂപം കാണാൻ ഉള്ള ധൈര്യം പോലും ഇല്ല. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ കുളത്തിന് ചുറ്റും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആരും മിണ്ടുന്നില്ല. വളരെ വലിയ നിശബ്ദത. എല്ലാവരും മനസ്സിൽ പറയുകയാണ്, കഷ്ടമായിപ്പോയി, ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇത്രയും പണം ചിലവാക്കി ഇത്രയും സമയം ചിലവാക്കി ഇവിടം വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒരിക്കലും എന്നെക്കൊണ്ട് ഈ കുളം നീന്തി കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും മനസ്സിൽ പറയുകയാണ്, കഷ്ടമായിപ്പോയി, ധനനഷ്ടം, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ വേണ്ടി ഒരുപാട് പണം ചിലവായി, സമയനഷ്ടം, വളരെ കൂടുതൽ സമയം ചിലവായി. ഇനിയിപ്പം വെറും കൈയോടെ തിരിച്ചു പോകുമ്പോൾ, രാജകുമാരിയെ കിട്ടാതെ മടങ്ങിപ്പോകുമ്പോൾ, തോറ്റു തുന്നമ്പാടി തിരിച്ചു പോകുമ്പോൾ മാനനഷ്ടം, ഇങ്ങനെയൊക്കെയുള്ള പല പല നഷ്ടങ്ങളുടെ കണക്കുകൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാ രാജകുമാരന്മാരും ഈ കുളത്തിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രാജകുമാരൻ വളരെ പെട്ടെന്ന് എടുത്ത് പൊത്തോ എന്ന് പറഞ്ഞ് വെള്ളത്തിനകത്തോളം ചാടി. അയാൾ വളരെ പെട്ടെന്ന് തന്നെ നീന്തി ഈ കുളത്തിൻ്റെ അടുത്ത കരയിലും എത്തി. അപ്പോൾ കുളത്തിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തെ കരയിലെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ പിടിച്ച ആൾക്കാർ കരയിലേക്ക് കയറ്റി. കാരണം ഇദ്ദേഹം ജയിച്ചു. ഇനി വിജയശ്രീ ലാളിതനായ ഒരാളിനെ എടുത്തുകൊണ്ട് വരുന്ന പോലെ ആൾക്കാരെടുത്ത് ഇങ്ങനെ ആകാശത്തിട്ട് അദ്ദേഹത്തെ അമ്മാനമാടി ഇങ്ങനെ കൊണ്ടുവരിക. ഇലക്ഷന് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ എടുത്തുകൊണ്ട് വരുന്ന പോലെ ഇദ്ദേഹത്തെയും എടുത്തുകൊണ്ട് വരിക. അപ്പോൾ കുളത്തിൻ്റെ ഒരു വശത്തായിട്ട് രാജാവും രാജ്ഞിയും രാജകുമാരിയും മറ്റ് പ്രധാനപ്പെട്ട ആൾക്കാരും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ രാജകുമാരനെ അവർ താത്തിറക്കി. ഉടനെ രാജാവ് വന്ന് രാജകുമാരിയുടെ കൈ പിടിച്ച് ഈ രാജകുമാരൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഈ വന്ദനം സിനിമയ്ക്കകത്ത് ജഗദീഷിന് അവസാനം ട്രോഫി കിട്ടുന്ന പോലെ. അപ്പോൾ ഈ രാജകുമാരന് ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു കൃത്യമായ ബോധമില്ല. ഒരു സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹത്തെ ആരോ എടുത്തുകൊണ്ടൊക്കെ വരുന്നു. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താഴ്ത്തിറക്കി. രാജാവ് വന്നു, രാജകുമാരുടെ കൈയെടുത്ത് അദ്ദേഹത്തിന് കൈ വെച്ചു കൊടുത്തു. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എന്താണെന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഈ രാജകുമാരൻ ഇപ്പോൾ മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിനൊരു സ്ഥലകാല ഭ്രമം സംഭവിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രാജകുമാരൻ്റെ പ്രശ്നം മാറി. അദ്ദേഹം ശരിയായ ബോധത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് നിന്ന രാജകുമാരനോട് ചോദിച്ചു, ആരാടെ എന്നെ പിടിച്ച് വെള്ളത്തിലോട്ട് തള്ളിയത്? ഈ പാവപ്പെട്ടവൻ കുളത്തിൻ്റെ കരയിൽ ചെന്ന് മുതലേ നോക്കിക്കൊണ്ട് നിന്നതാ. മറ്റ് രാജകുമാരന്മാർ തെള്ളുണ്ടാക്കിയപ്പോൾ ഇയാൾ തെള്ളുകൊണ്ട് വെള്ളത്തിൽ വീണുപോയതാണ്. വെള്ളത്തിൽ വീണുപോയി. ഇനി മുതലേന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ അവൻ ജനിച്ചതിന് ശേഷം ഈ നിമിഷം വരെ അയാൾക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടോ ആ സ്വപ്നങ്ങളൊക്കെ നടക്കണമെങ്കിൽ, ആ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ മുതലേന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് സർവ്വശക്തിയും എടുത്തൊരു നീന്തൽ വെച്ചു കൊടുത്തു. മുതല തൊട്ടില്ല. അയാൾ അപ്പുറത്തെ സൈഡിലെത്തി. ഞാൻ ഈ കഥയുടെ പറയാനുള്ള കാരണം, ഇതുപോലെ ഒരു കുളത്തിൻ്റെ കരയിൽ നമ്മളിങ്ങനെ പകച്ചു നിൽക്കുക. നമ്മൾ പകച്ചു നിൽക്കുന്ന ഈ കുളത്തിൻ്റെ പേരാണ് ഒന്നുകിൽ കേരള PSC, അല്ലെങ്കിൽ LSG, അല്ലെങ്കിൽ LD ക്ലർക്ക്, എന്തോ ആയിക്കോട്ടെ. കേരള PSC നടത്തുന്ന ഏത് പരീക്ഷ എഴുതി ജയിച്ച് ഉദ്യോഗം നേടാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ കുളം. ആ കുളത്തിൻ്റെ മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുക. ചാടാൻ പറ്റുമോ? അപകടമാണോ? ചാടിയാൽ നില കിട്ടുമോ? ഒന്നും നമുക്കറിയില്ല. ഇവിടെ ഒരു പ്രശ്നമില്ല. ഈ കുളത്തിലേക്ക് ചാടുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷെ ചാടാനുള്ള ധൈര്യം കിട്ടുന്നില്ല. അപ്പോൾ എന്ത് വേണം? ആരെങ്കിലും തെള്ളിയിടണം.
ആ തെള്ള്, ദാറ്റ് വൈറ്റൽ പുഷ് യു വിൽ ഗെറ്റ് ഫ്രം അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ആ വൈറ്റൽ പുഷ് കിട്ടും. അവർ ചാനൽ വിൽ ബി ഏബിൾ ടു മെയിൻറ്റെയിൻ യു കോൺസ്റ്റൻ്റ്ലി മോട്ടിവേറ്റഡ്. സദാസമയവും മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളെ നിർത്താൻ നമ്മുടെ ചാനൽ പ്രതിജ്ഞാബദ്ധം ആണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ വരുന്ന മോട്ടിവേഷന് വേണ്ടിയുള്ള സെഷനുകൾ നിങ്ങൾ കൃത്യമായിട്ടും കാണുക. എൻ്റെ ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ എന്നേക്കാൾ ഏജിൽ കുറച്ച് മൂത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ എയർഫോഴ്സിൽ നിന്ന് വലിയ ഉന്നതമായ ജോലിയിൽ നിന്ന് റിട്ടയർഡായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് സംസാരിച്ചു പറഞ്ഞു, ഈ വിമാനത്തിൽ നിന്ന് ഞങ്ങൾ താപ്പോട്ട് പാരച്യൂട്ട് വെച്ച് ചാടാനുള്ള പരിശീലനം തരും. യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ചാടേണ്ടത്. അപ്പോൾ പാരച്യൂട്ടൊക്കെ നമ്മുടെ ദേഹത്ത് കൃത്യമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ വിമാനത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് ചാടിയ ഉടൻ തന്നെ പാരച്യൂട്ട് വികസിക്കുകയും ചെയ്യും. നമ്മൾ താഴെ വീഴത്തില്ല. അന്തരീക്ഷത്തിൽ നമ്മൾ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. പക്ഷേ ഈ പാരച്യൂട്ടൊക്കെ ദേഹത്ത് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത്രയും വലിയൊരു ഹൈറ്റിൽ നിന്ന് എടുത്ത് താപ്പോട്ട് ചാടാനുള്ള ധൈര്യം ആർക്കും കിട്ടില്ല. വിമാനത്തിൽ നിന്നുകൊണ്ട് താഴത്തെ അത്യഗാധതയിലേക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും സകലരുടെയും ധൈര്യം പോകും. അങ്ങോട്ട് ചാടാനുള്ളൊരു ധൈര്യം കിട്ടത്തില്ല. ഒരിക്കലും അയാൾ തറയിൽ വീഴത്തില്ല. കാരണം വായുവിൽ തന്നെ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും, നോ പ്രോബ്ലം. പക്ഷേ എങ്ങനെ ചാടും? അപ്പോഴാണ് ഉദ്യോഗസ്ഥർ പറയും, ഈ പാരച്യൂട്ടൊക്കെ കൃത്യമായിട്ട് ഘടിപ്പിച്ചതിന് ശേഷം അവരോട് ആ വാതിൽക്കൽ നിന്ന്, വിമാനത്തിൻ്റെ വാതിൽക്കൽ നിന്ന് വെളിയിലേക്ക് നോക്കിക്കൊള്ളാൻ പറയും. അങ്ങനെ നോക്കി കുറച്ച് നേരം നിൽക്കാൻ പറയും. അപ്പോൾ ധൈര്യം വരുമെന്ന് പറയും. അപ്പോൾ ഇവർ എന്ന് അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഒരാൾ ഒരൊറ്റ ചവിട്ടിട്ട് കൊടുക്കും. അതോടുകൂടി അയാൾ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വീഴും. ഒരു കാരണവശാലും അയാൾ ഭൂമിയിൽ വന്ന് വീഴത്തില്ല. അയാൾ അന്തരീക്ഷത്തിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. താഴെ വീഴില്ല, അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കും എന്നുറപ്പുണ്ടെങ്കിലും താപ്പോട്ട് ചാടാനുള്ള ധൈര്യമില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വേണ്ട എന്താണ്? എ വൈറ്റൽ പുഷ്. ഇവിടെ ഒരു ചവിട്ടാണ് കൊടുത്തത്. യു വിൽ ഗെറ്റ് ദാറ്റ് വൈറ്റൽ പുഷ് ഫോർ ദി കേരള PSC's എക്സാമിനേഷൻ ഫ്രം അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിന്ന് ഈ PSC എന്ന് പറയുന്ന ഈ തടാകത്തെ മറികടക്കാൻ വേണ്ടിയുള്ള സകല ഊർജവും അതിനുവേണ്ടിയുള്ള സകല ധാർമ്മികമായ എനർജിയും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തരാൻ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥയുടെ ഒരു മോറൽ എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. ഒരു കാരണവശാലും പകച്ചു നിൽക്കാതെ സധൈര്യം കേരള PSC നടന്ന പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങുക. അതിനുവേണ്ടി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുക. നോ പവർ ഇൻ ദിസ് വേൾഡ് ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം ഗ്രാബിംഗ് സക്സസ്. ലക്ഷ്യം നേടുന്നതിൽ നിന്ന് പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. യു വിൽ എമർജ് വിക്ടോറിയസ്.